guys, it's me Karthu. Welcome to my another video. ഇന്ന് ഞാൻ ഇവിടെ ഒരു Q&A ആണ് ചെയ്യുന്നത്. എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി അതിനു വേണ്ടി ആൻസർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ആൻസർ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസി അറിയാവോ മാൾട്ടയിലോട്ട് വരാൻ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏജൻസി അറിയാവോന്ന് വെച്ചാൽ അറിയാം, അതിനകത്ത് വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. പക്ഷേ അവർ ചോദിക്കുന്നത് 5, 6, 7 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ അത്രയും രൂപ കൊടുത്ത് മാൾട്ടയിൽ ഇപ്പോൾ വന്നാൽ അതിനും വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് മാൾട്ടയിലില്ല. അതേപോലെ തന്നെ സാലറിയും അത്രയും ഇല്ല. സോ എല്ലാം കുറവായിരിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ജർമ്മനിയിലോട്ടും അങ്ങനെ ഏജൻസി അറിയാവുന്ന ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ജർമ്മനിയിലോട്ട് ഏജൻസി ഒന്നും എനിക്ക് അറിയില്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് വിസയിലാണോ സ്റ്റുഡൻറ്റ് വിസയിലാണോ വന്നതെന്ന്. വർക്ക് വിസയിലാണ് വന്നത്, പക്ഷേ എനിക്ക് ജോലിയില്ല. ഞാൻ ജോലിയായിട്ട് വന്ന ഒരാളല്ല, ഞാൻ ഡിപ്പെൻഡൻറ്റിൽ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡിനാണ് ജോലി. വർക്ക് വിസയിൽ ഡയറക്റ്റ് വന്നതാണേ. പിന്നെ അടുത്തത് മാൾട്ട ടു ജർമ്മനി ഡയറക്റ്റ് ആണോ വന്നത്? അതെ, മാൾട്ട ടു ജർമ്മനി ഡയറക്റ്റ് ആണ് വന്നത്, അല്ലാണ്ട് ഏജൻസി വഴിയല്ല. നെക്സ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ജോബ് കിട്ടിയത്? അഖിലിന് ജോബ് കിട്ടിയത് ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതാണ്. കുറേ മാസങ്ങൾ കൊണ്ടും കുറേ വർഷങ്ങൾ കൊണ്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് കിട്ടിയ ഒരു ജോലിയാണ്. ലിങ്ക്ഡിൻ വഴിയാണ് കിട്ടിയത് ജർമ്മനിയിൽ. പിന്നെ എക്സ്പീരിയൻസ് വേണോ ജോബ് കിട്ടാൻ? ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കിട്ടും, അതേപോലെ തന്നെ സ്കിൽ ഉണ്ടെങ്കിലും കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ജോലി നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് എക്സ്പീരിയൻസും ഇല്ല, സ്കില്ലും ഇല്ല. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ നല്ല ടഫാണ്. പക്ഷെ സ്കില്ലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ജോലി കിട്ടും. നെക്സ്റ്റ് എന്ന് വെച്ചാൽ മാൾട്ട കെയറർ കോഴ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന്. കെയറർ കോഴ്സ് എന്നല്ല, ഇപ്പോൾ മാൾട്ടയിലെ എല്ലാ ഫീൽഡിലും കുറച്ച് പാടാണ് ജോബ് കിട്ടാൻ. കാരണം മാൾട്ട ഇപ്പോൾ ഓവർ പോപ്പുലേറ്റഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നൊന്നും ഡയറക്റ്റ് എടുക്കാൻ വളരെ പാടാണ്. അങ്ങനെ എടുക്കാറില്ല, കാരണം ഒരുപാട് പേര് മാൾട്ടയിലുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോബ് കിട്ടുമോ? പാർട്ട് ടൈം ഇപ്പോൾ പറഞ്ഞ തന്നെയാണ്, ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പാർട്ട് ടൈം ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്, മീൻസ് അങ്ങനെ ഉണ്ടെന്നല്ല, കിട്ടും. പിന്നെ ഓരോരുത്തരുടെ ലക്കും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടിയാൽ തന്നെ വേറൊരു കാർഡ്, പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് കാർഡ് മാൾട്ടയിൽ എടുക്കണം. പക്ഷേ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ അങ്ങനൊന്നും എടുക്കേണ്ടിയില്ല. പക്ഷെ മാൾട്ടയിലെ പ്രത്യേകത, അവിടെ വേറൊരു കാർഡ് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ എടുക്കണം. അവിടെ പെട്ടെന്ന് അഖിൽ എന്തോ പറഞ്ഞുകൊണ്ട് വന്ന് അങ്ങനെ കട്ടാക്കിയതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേറെ കൺട്രിയിൽ പോകാൻ പറ്റുമെന്ന്. മാൾട്ടയിലെ കാർഡ് ഉണ്ടെങ്കിൽ വേറെ കൺട്രിയിൽ പോകാൻ പറ്റും, ജസ്റ്റ് വിസിറ്റിംഗ് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വേറൊരു കൺട്രിയിൽ പോയി ജോലി ചെയ്യാനൊന്നും പറ്റില്ല. മാൾട്ടയിലെ കാർഡുണ്ട് അല്ലെങ്കിൽ മാൾട്ടയിൽ പഠിച്ചു എന്നും കരുതി വേറൊരു കൺട്രിയിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, കാർഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. മാൾട്ടയിലെ കാർഡ് വേറൊരു കൺട്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാർഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീടുള്ളത് അൺസ്കിൽഡ് ജോബ് മാൾട്ട ഇപ്പോൾ സ്കോപ്പ് ഉണ്ടോ? അൺസ്കിൽഡ് എന്നല്ല, സ്കിൽഡ് ആയാലും ഇപ്പം മാൾട്ടയിൽ സ്കോപ്പ് കുറവാണ്. പിന്നീട് അൺസ്കിൽഡ് എന്ന് വെച്ചാൽ ഇപ്പം ഏതൊരു കൺട്രി ആയാലും അൺസ്കിൽഡിനെക്കാട്ടിലും ഓപ്പർച്യൂണിറ്റീസ് സ്കിൽഡിനായിരിക്കും. സോ അൺസ്കിൽഡിന് കുറവായിരിക്കും സ്കിൽഡിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മാൾട്ടയിൽ ജോബിന് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ആണ് ചോദിച്ചേക്കുന്നത്. അവിടെ മെയിനായിട്ട് 3 സൈറ്റുകളാണുള്ളത്. കീപ് മീ പോസ്റ്റഡ്, ലിങ്ക്ഡിൻ, മാൾട്ട പാർക്ക്. ഈ 3 വെബ്സൈറ്റിൽ കൂടെയാണ് മെയിനായിട്ട് ജോബ് വേക്കൻസീസ് വരുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണെന്ന്. നെക്സ്റ്റ്, വിസ പ്രോസസ്സിങ് മാൾട്ടയിലാണോ ചെയ്തത്? ഞങ്ങൾ ജർമ്മനിയിലോട്ട് വരാനുള്ളതായിരിക്കുമല്ലോ ചോദിച്ചത്. ഇങ്ങോട്ട് വരാൻ മാൾട്ടയിൽ നിന്നാണ് വിസ പ്രോസസ്സിങ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ വിസ പ്രോസസ്സിങ്ങിന് അപ്ലൈ ചെയ്യുന്നു അതേപോലെ തന്നെ ആയിരുന്നു ഇവിടുത്തെ പ്രോസസ്സ്. അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും കൊടുത്തേക്കാം താഴെ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, 1 month എക്സ്പെൻസ് എത്ര വരാൻ ചാൻസ് ഉണ്ട് ഇൻ മാൾട്ട? ഓക്കെ, 1 month എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഞാൻ ബാച്ചിലറായിട്ട് നിൽക്കുന്ന ഒരാളുടെയാണ് പറയുന്നത്. ഒരു 3-4 പേര് ചേർന്ന് റൂം എടുത്ത് നിൽക്കുന്ന അവരുടെ ഫുൾ എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത്. അതും
ഒരു ഏകദേശ രൂപമാണ് പറയുന്നത്. ഫുഡ് എക്സ്പെൻസ് ഒരു 200 to 250 euro മാക്സിമം വരും. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവിടെ ഫ്രീ ആണ്. നമ്മൾ ഫസ്റ്റിലെ 25 euro കൊടുത്ത് ഒരു ബസ് കാർഡ് എടുത്താൽ മതി. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പോകാം. അത് കഴിഞ്ഞ് മൊബൈൽ ബില്ല്, അത് നമ്മൾ ഏത് മൊബൈൽ കണക്ഷൻ ആണോ എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഓൾമോസ്റ്റ് ഒരു 25 euro, അതിൽ കൂടത്തില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ അക്കോമഡേഷൻ ആണ്. അതും ഒരു 250, 350, 300 euro അങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിലുള്ള കാര്യം. ഞാനത് കംപ്ലീറ്റ് ആയിട്ടല്ല പറയുന്നത്, ഒരു ഏകദേശം ഇതിലാണ് പറയുന്നത്. പിന്നെ ജർമ്മനിയിലെ എക്സ്പെൻസ് ഞങ്ങളിപ്പോൾ വന്നതിന് ഇവിടെ 3 months ആയിട്ടുള്ളൂ. സോ അത് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ആൻസർ ചെയ്യാൻ കരുതിയിരുന്നത്. സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ വീഡിയോയിലെ കമൻറ്റിൽ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഇത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.